ഇന്നും കൂടെ ഉള്ളൂ മുംബൈ. നാളെ ഞങ്ങൾക്ക് മുംബൈന്ന് ഗുജറാത്തിലേക്ക് പോകണം. പക്ഷേ ഈ മുംബൈ നഗരം എൻ്റെ മനസ്സിലുണ്ടാക്കിയ ആ ഒരു മെമ്മറി ഉണ്ടല്ലോ, അതത്രയും ഭയങ്കര ഇതാണ്. എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സിറ്റിയാണ് ഈ ഒരു മുംബൈ. മുംബൈന്ന് വിട്ടു പോകാന്ന് പറയുമ്പം എനിക്ക് തന്നെ ഒരു വിങ്ങലാണ്. അങ്ങനെ ഞങ്ങൾ ഏതായാലും രാത്രിയല്ലേ ഒന്ന് മറൈൻ ഡ്രൈവ് പോയേക്കാന്ന് ഓർത്ത് അവിടെ പോയി. അവിടുത്തെ ആ ഒരു മുംബൈയിലെ സിറ്റി ലൈറ്റും ആ ഒരു കടലിലെ തിരയും അതിനടുത്തിരുന്ന് സംസാരിക്കാനൊക്കെ ഒരു ഭയങ്കര രസമാണ്. അങ്ങനെ അവിടെ കുറേ ഇരുന്ന് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ ഈ ഒരു സിറ്റീൻ്റെ ഒരു ഭംഗി ഞാൻ ശ്രദ്ധിച്ചത്. ഒരു വേസ്റ്റില്ല. ഒരു വൃത്തിയായിട്ട് ആ ഒരു സിറ്റിയെ നമുക്ക് എത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുന്നോ അത്രയും അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കെന്തോ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും അല്ലേ, നമ്മുടെ സിറ്റിയൊക്കെ ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുന്നത് കാണാൻ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ ഹോട്ടലിലേക്ക് പോകാൻ ഓർത്തു. അപ്പം ഞങ്ങളെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ലിയോപോൾഡ് കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. പണ്ട് താജ് ഹോട്ടൽ ആക്രമിച്ച അന്ന് തീവ്രവാദികൾ ഈ ഒരു കഫേയും കൂടി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് കൊണ്ട വെടിയുണ്ടേൻ്റെ ആ ഒരു പാട് ഇന്നും അവർ എന്താ പറയുക പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു ഇത് ആഘാതം ഇങ്ങനെ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കയറാനും നല്ല സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ നല്ലൊരു വലിയൊരു ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഡെസേർട്ട് കഴിച്ചേക്കാമെന്ന് ഓർത്ത് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ കേക്കൊക്കെ കഴിച്ച് അവിടുന്ന് പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ കൊളാബയിൽ തന്നെയുള്ള ഒരു സ്ട്രീറ്റ് ഷോപ്പിലിറങ്ങി. അവിടുന്ന് ഞാൻ എന്തൊക്കെയോ ഷോപ്പൊക്കെ ചെയ്തു. പിന്നെ നാളെ പോകണമല്ലോ എന്ന് ഓർത്തിട്ടൊരു മനസ്സിലൊരു വിഷമം. അങ്ങനെ ആ വിഷമമൊക്കെ ഉള്ളിൽ വെച്ച് ഞാൻ പിന്നെ ഹോട്ടലിൽ പോയി. ബാക്കി നാളെ കാണാം.